ബാക്ക് ടു Xylem ലേണിംഗ്. പ്രിറ്റി മിസ് ആണ്. ഇതാ നമ്മുടെ ബയോളജി എക്സാം ആണ് നാളെ. അപ്പൊ നിങ്ങൾക്ക് 40-ൽ 30 മാർക്കിൽ കൂടുതൽ നേടിത്തരാൻ പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള 30 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാ മക്കളും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ നിങ്ങൾ നോട്ട് ചെയ്ത് ശ്രദ്ധിച്ച് തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് എന്ത് ചെയ്യുക, അവിടെ അങ്ങ് സെറ്റാക്കി വെച്ചോളാം. അപ്പോൾ എങ്ങനെ ആൻസർ ചെയ്യണം, ഏത് രീതിയിലാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും വെയിറ്റേജ് അനുസരിച്ച് വരുന്നതെന്ന് നമുക്ക് നേരെ നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്നാ പിടിച്ചോ. അനലൈസ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ചിത്രം വിശകലനം ചെയ്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കു മക്കളെ, ഏതാണ് ഈ ഫിഗർ? നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് എങ്ങനെ എഴുതണമെന്ന് അറിയത്തില്ലെങ്കിൽ പഠിച്ചു വെച്ചോളാം. ഈ കാണുന്ന ഫിഗറിനെയാണ് നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. എന്താണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്? അപ്പം ഇവിടെ ശ്രദ്ധിക്കണേ, ന്യൂക്ലിയോടൈഡ്. ഇവിടുത്തെ പ്രത്യേകത എന്താ മക്കളെ? ഇവിടെ നിങ്ങൾക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണാൻ കഴിയും, ഒരു ഷുഗർ മോളിക്യൂൾ പഞ്ചസാര തന്മാത്ര കാണാൻ കഴിയും, അതിൻ്റെ കൂടെ തന്നെ ഒരു നൈട്രജൻ ബേസും കാണാൻ കഴിയും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് അല്ലേ. ഇനി വെറും ന്യൂക്ലിയോടൈഡ് ആണോ? അവിടെ ശ്രദ്ധിക്കണം, ഇവിടെ നിങ്ങൾക്ക് നൈട്രജൻ ബേസ് തൈമിൻ തന്നിട്ടുണ്ട് അല്ലേ. തൈമിൻ തന്നിട്ടുണ്ട്, നൈട്രജൻ ബേസ് തൈമിനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് എന്ത് എഴുതാം? തൈമിൻ ന്യൂക്ലിയോടൈഡ് എന്ന് എഴുതാം. തൈമിൻ ന്യൂക്ലിയോടൈഡ്. ഇനി തൈമിന് പകരം ഇവിടെ നിങ്ങൾക്ക് അഡിനിൻ ആണെങ്കിൽ അഡിനിൻ ന്യൂക്ലിയോടൈഡ് എന്ന് എഴുതാം. ഗ്വാനിൻ ആണെങ്കിൽ ഗ്വാനിൻ ന്യൂക്ലിയോടൈഡ് എന്ന് എഴുതാം. സൈറ്റോസിൻ ആണെങ്കിൽ സൈറ്റോസിൻ ന്യൂക്ലിയോടൈഡ് എന്ന് എഴുതാം. അപ്പം ആ തരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, പേര് എഴുതുക. അപ്പോൾ കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് എഴുതാം. രണ്ടാമത്തേത്, വിച്ച് ന്യൂക്ലിക് ആസിഡ് ഡസ് ഇറ്റ് ബിലോങ് ടു? വൈ? ഇത് ഏതിലാണ് കാണുന്നത്? ഏത് ന്യൂക്ലിക് ആസിഡിലാണ് നമുക്ക് തൈമിൻ കാണാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. മക്കളെ, തൈമിൻ കാണുന്നത് എവിടെയാണ്? നമ്മുടെ DNA അല്ലേ. RNA യിലാണെങ്കിലോ ഈ തൈമിന് പകരം അവിടെ ഉണ്ടാവുക യുറാസിൽ ആയിരിക്കും. അപ്പോൾ ആ വ്യത്യാസം പഠിച്ചു വെക്കുക. ഇപ്പം തൈമിൻ കണ്ടതുകൊണ്ട് തൈമിൻ ന്യൂക്ലിയോടൈഡ് എവിടെയാണ് കാണുക? DNA ന്യൂക്ലിക് ആസിഡിലാണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. അടുത്ത ചോദ്യം ഇതാ മക്കളെ, പോസിബിലിറ്റി ഓഫ് ബർത്ത് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ചൈൽഡ് ഈസ് ഈക്വൽ. ആൺകുഞ്ഞും പെൺകുഞ്ഞും ജനിക്കാനുള്ള സാധ്യത തുല്യമാണ്. ഡു യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്? വൈ? ഇത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, എന്തുകൊണ്ട് എന്നാണ്. നമുക്ക് പറയാം യെസ്, എഗ്രി ചെയ്യുന്നു അല്ലേ. എഗ്രി ചെയ്യുക എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ ആദ്യം ഐ എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നോ എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം. എന്നിട്ട് വേണം അതിൻ്റെ റീസൺ അവിടെ കൊടുക്കാൻ. അപ്പോൾ നോക്കാം, എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ ഐ എഗ്രി യോജിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാം. എന്നിട്ട് അതിൻ്റെ റീസൺ പറയാം. എന്താണ്? മെയിൽ ഗമീറ്റ് കണ്ടെയ്നിങ് എക്സ് ക്രോമസോം ആൻഡ് വൈ ക്രോമസോം ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഈക്വൽ നമ്പർ. മെയിൽസിൽ എക്സും വൈയും ഈക്വൽ ആണ്. 22 + X അല്ലെങ്കിൽ 22 + Y അങ്ങനെയാണ് ഗമീറ്റിലേക്ക് വരുന്നത്. സ്ത്രീകളിലോ നമുക്കറിയാം ഫീമെയിൽ ഗാമീറ്റ്സ് എന്തേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ? 44 + XX അല്ലേ. അപ്പം സ്ത്രീകളിൽ 44 + XX ഫീമെയിലിൽ 44 + XY അതുകൊണ്ട് ഇത് രണ്ടും ഉണ്ടാവുന്നത് ഈക്വൽ പ്രപ്പോർഷനാണ്. 50% ചാൻസ് ആണ് രണ്ടും വരാനുള്ള ചാൻസ് അല്ലേ. അപ്പം നമുക്ക് പറയാം, ആൺലിംഗ കോശങ്ങൾ തുല്യസംഖ്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനാൽ പെൺലിംഗ കോശങ്ങളിലുമായി കൂടിച്ചേരാനുള്ള സാധ്യത എക്സിനും വൈക്കും തുല്യമാണ്. അതുകൊണ്ട് പുരുഷന്റെയും സ്ത്രീയുടെയും എണ്ണം ഏതാണ്ട് തുല്യമായിട്ട് തന്നെ നമുക്ക് പറയാം. അപ്പം അതിൻ്റെ റീസൺ വ്യക്തമായിട്ട് ചെയ്താൽ 2 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടി. അടുത്ത് നോക്കാം, ഇവിടെ ഒരു ഡിസീസിൻ്റെ ഹിൻറ്റുകൾ തന്നിട്ടുണ്ട്. എപ്പോഴും സ്ഥിരമായിട്ട് നമ്മുടെ കീപ്പിംഗ് ഡിസീസസ് അകറ്റി നിർത്താൻ രോഗങ്ങളിൽ നിന്ന് ഇങ്ങനെ ചോദ്യം വരും. കുറച്ച് ഹിൻറ്റുകൾ തന്നിട്ട് രോഗം ഏത്, രോഗകാരി ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പം നോക്കാം, ഇവിടെ തന്നിട്ടുള്ളത് ഒരു ബാക്ടീരിയൽ ഡിസീസ്, ബാക്ടീരിയൽ രോഗമാണ്. മെയിൻലി എഫക്ട് ലങ്സ്, നമ്മുടെ ശ്വാസകോശത്തെയാണ് ഇത് ബാധിക്കാറ്. ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ BCG വാക്സിൻ. ഒരു ക്ലൂ കിട്ടി, ഓർമ്മ കിട്ടുന്നില്ല, കുറേ ഉണ്ടല്ലോ. രണ്ടാമത്തെ ക്ലൂ കിട്ടി, അപ്പോഴും കൺഫ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ക്ലൂവിൽ നമുക്ക് ആൻസർ കിട്ടില്ലേ? BCG വാക്സിൻ എന്ന് കണ്ടാൽ തന്നെ നമുക്ക് രോഗം ഏതാണെന്ന് കിട്ടി. ഇതേതാണ്? ട്യൂബർക്കുലോസിസ്, ക്ഷയം എന്ന രോഗമാണ്. അപ്പോൾ രോഗം ഐഡൻറ്റിഫൈ ചെയ്യൂ. ഹൗ ഡസ് ദിസ് ഡിസീസ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ്? എങ്ങനെയാണ് ഈ രോഗം പകരുന്നത് എന്ന് എഴുതാം. അപ്പോൾ ട്യൂബർക്കുലോസിസ് ആണെന്ന് എഴുതിയാൽ നമുക്ക് 1 മാർക്ക്. ക്ഷയം. ഇനി എങ്ങനെ പകരുന്നു? വെൻ പേഷ്യൻറ്റ് സ്പീക്സ്, കഫ് ഓർ സ്നീസ് അല്ലേ. നമ്മൾ സംസാരിക്കുമ്പോൾ, തുമ്മുമ്പോഴോ ചുമയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ പാത്തജൻ സെൻഡ് ചെയ്യുന്നു എയർ വഴി, വായുവിലൂടെ മറ്റൊരാളിലേക്ക് പകരുന്നു. അപ്പം ത്രൂ എയർ, വായുവിലൂടെയാണ് ഈ രോഗം പകരുന്നത്. അടുത്ത് നോക്കാം, അനലൈസ് ദ ഹിൻസ് റിലേറ്റഡ് ടു RNA ഇൻവോൾവ്ഡ് ഇൻ പ്രോട്ടീൻ സിന്തസിസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇവിടെ പ്രോട്ടീൻ നിർമ്മാണത്തിൽ ഉൾപ്പെടുന്ന ചില RNAകളെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന സൂചനകൾ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അപ്പം നോക്കിക്കേ,
ക്യാരീസ് മെസ്സേജസ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്, പ്രോട്ടീൻ നിർമ്മാണത്തിന്റെ സന്ദേശം വഹിക്കുന്നു. ക്യാരി അമിനോ ആസിഡ് ടു റൈബോസോം, അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്നു. ഇവിടെ 2 RNA പറഞ്ഞിട്ടുള്ളത് അല്ലേ, ഏതാണെന്ന് നമുക്ക് ആലോചിച്ച് എഴുതാവുന്നതല്ലേ ഉള്ളൂ. 1ഉം 2ഉം DNA തരുന്ന മെസ്സേജിനെ ക്യാരി ചെയ്തുകൊണ്ട് ആർക്ക് കൊടുക്കുന്നു? റൈബോസോമിൽ കൊടുക്കുന്നു. അതാരാണ്? മെസ്സേജിനെ ക്യാരി ചെയ്യുക, മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ആരാണ്? യെസ്, മെസ്സഞ്ചർ RNA ആണ്. നമുക്ക് പറയാം mRNA, മെസ്സഞ്ചർ RNA, mRNA. ഇതേപോലെ തന്നെ അമിനോ ആസിഡുകളെ ക്യാരി ചെയ്ത് റൈബോസോമിൽ എത്തിക്കുന്നു. എന്താ ചെയ്യുന്നത്? അമിനോ ആസിഡുകളെ ക്യാരി ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെ നമുക്ക് പറയാം അതാരാണ്? tRNA, ട്രാൻസ്ഫർ RNA. അപ്പം ആദ്യത്തേത് mRNA, രണ്ടാമത്തേത് tRNA. ഫ്രം വേർ RNA ഇൻഡിക്കേറ്റഡ് 1 is formed. ഒന്നാമത്തെ RNA, അതായത് നമ്മൾ പറയുന്ന മെസ്സഞ്ചർ RNA എവിടെ നിന്ന് രൂപപ്പെടുന്നു? ഫ്രം DNA. നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കാണുന്ന DNA ഉണ്ടല്ലോ, ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കാണുന്ന DNAയിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ ഈ പറയുന്ന മെസ്സഞ്ചർ RNA ഉണ്ടാവുന്നത്. ഇനി നോക്ക്, which RNA is not mentioned here? Name the cell organ in which RNA is found. അപ്പൊ മക്കളെ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഇവിടെ സൂചിപ്പിച്ചിട്ടില്ലാത്തൊരു RNA. നമ്മൾ mRNA പറഞ്ഞു, tRNA പറഞ്ഞു. ഇത് സൂചിപ്പിക്കാത്ത RNA ആണ്. ഇത് RNA, റൈബോസോമൽ RNA. ഇത് എവിടെയാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു അല്ലേ. അപ്പൊ നമുക്കറിയാം റൈബോസോമൽ RNA എന്ന് പറയുന്നത് റൈബോസോമിലാണ് ഉണ്ടാവുക. റൈബോസോമൽ RNA ആണ് rRNA, അത് റൈബോസോമിലാണ് ഉണ്ടാവുക. ഇത്രയും എഴുതിയാൽ 3 മാർക്ക് കിട്ടി അല്ലേ. ഇനി അടുത്ത് നോക്കാം. അനലൈസ് എ ഫ്ലോ ചാർട്ട് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. പ്രൊഡക്ഷൻ ഓഫ് പ്രോട്ടീൻ വിച്ച് ഹെൽപ്പ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ് ഡസ് നോട്ട് ടേക്സ് പ്ലേസ്. ബ്ലഡ് ഡസ് നോട്ട് ക്ലോട്ട്. ഇവിടെ എന്താ സംഭവം? ജീനിന്റെ തകരാറ് മൂലം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ്റെ ഉൽപാദനം നടക്കുന്നില്ല. അവിടെ നടക്കുന്നില്ല. ഓക്കെ, നടക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ രക്തം കട്ട പിടിക്കാതെ വരില്ലേ? യെസ്. അപ്പൊ ഫ്ലോ ചാർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്ന രോഗം ഏത്? ഇവിടെ പറയുന്ന രോഗം ഏതാണെന്ന് എഴുതണം. ഇത് ഏത് തരം രോഗമാണെന്ന് എഴുതണം. ഇത് ഈ രോഗത്തിന്റെ മുഖ്യ ലക്ഷണം, മേജർ സിംറ്റം ഏതാണെന്ന് എഴുതണം. ഹൗ ടെമ്പററി റിലീഫ്, എങ്ങനെ നമുക്ക് താൽക്കാലിക ശമനം ഉണ്ടാക്കാം. മക്കളെ, ജീനിന്റെ ഡിഫക്റ്റ് മൂലം ഇവിടെ എന്താ സംഭവിക്കുന്നത്? രക്തം കട്ടപിടിക്കുന്ന, അപ്പം എന്താ? അൺകൺട്രോൾഡ് ഫ്ലോയിങ് ആണ് അല്ലെ, ബ്ലീഡിങ് ഉണ്ടാവുന്നു. ഇതാണ് നമ്മുടെ രോഗം ഹീമോഫീലിയ ഡിസീസ്. ഏത് തരമുള്ള രോഗമാണെന്ന് ചോദിച്ചു. അത് ജനറ്റിക് ഡിസീസ് ആണ്. ഇനി ഇതിന്റെ മേജർ സിംറ്റം മിസ് പറഞ്ഞു, എക്സസീവായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുന്നു. സോ എക്സസീവ് ബ്ലീഡിങ് ഒക്കർ ഫ്രം സ്മോൾ വൂണ്ട്, ചെറിയ മുറിവിൽ നിന്ന് പോലും അമിത രക്തസ്രാവം ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പറ. യെസ്, അതിനെയാണ് നമ്മൾ ഹീമോഫീലിയയിൽ പറയുന്നത്, എക്സസീവ് ബ്ലീഡിങ് ഉണ്ടാവുന്നത്. ഇനി ടെമ്പററി റിലീഫ് കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോട്ടീൻസ് നമ്മൾ ഇൻജക്ട് ചെയ്ത് വെക്കണം. ഐഡന്റിഫൈ ഡെഫിഷ്യൻറ്റ് പ്രോട്ടീൻ ആൻഡ് ഇൻജക്ടിങ് ഇറ്റ്. ഉൽപാദനം തകരാറിലായ പ്രോട്ടീൻ കണ്ടെത്തി അത് കുത്തിവെച്ച് താൽക്കാലിക ശമനം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും എഴുതിയാൽ നമുക്ക് 4 മാർക്കാണ്. എപ്പോഴും നിങ്ങൾ വിചാരിക്കരുത് 4 മാർക്കിന് ഡയഗ്രാം ക്വസ്റ്റ്യൻ മാത്രമേ വരുള്ളൂ എന്നല്ല. ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും എക്സ്പ്ലെയിൻ ചെയ്ത്. ഇപ്പോൾ കൂടുതലായിട്ടും വരുന്നത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് ഇതാ നമ്മുടെ 5ാം പാഠത്തിൽ നിന്ന് ബ്ലഡ് ആൻഡ് ഡിഫൻസ് അല്ലെ, രക്തവും അതുപോലെ പ്രതിരോധത്തിന് തമ്മിൽ തന്നിട്ടുണ്ട് 3 തരത്തിലുള്ള മെക്കാനിസം. രക്തക്കട്ടപിടിക്കൽ, വിങ്ങൽ പ്രതികരണം, പനി. ഇതും 4 മാർക്കിന്റെ മറ്റൊരു ചോദ്യമാണ്. അപ്പൊ നോക്കുക, റൈറ്റ് ദ പ്രോസസ് ഇൻ വിച്ച് ഫാഗോസൈറ്റ്സ് ആർ ഇൻവോൾവ്. ഫാഗോസൈറ്റുകൾ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഏതെല്ലാം? മക്കളെ, നമ്മൾ വിങ്ങൽ പ്രതികരണം പഠിക്കുന്നുണ്ട്, പനി പഠിക്കുന്നുണ്ട്, രക്തം കട്ടപിടിക്കുന്നുണ്ട്. ഇതിലേതിലാണ് ഫാഗോസൈറ്റുകളുടെ പ്രവർത്തനം നടക്കുന്നത്? പനിയിൽ നടക്കുന്നുണ്ട് അല്ലേ. പനി ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഫാഗോസൈറ്റോസിസ് നടക്കുന്നുണ്ട്. വിങ്ങൽ പ്രതികരണത്തിലും ഫാഗോസൈറ്റോസിസ് നടക്കുന്നുണ്ട്. സോ ഫാഗോസൈറ്റോസിന്റെ ആക്ഷൻ വരിക ഇൻഫ്ലമേറ്ററി റെസ്പോൺസിലും ഫീവറിലുമാണ്. ഇനി ഫാഗോസൈറ്റുകൾക്ക് രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിയുന്നത് എങ്ങനെ ഫാഗോസൈറ്റുകളെ നശിപ്പിക്കുന്നത്? അവരെന്ത് ചെയ്യുന്നു? ലൈസോസോമുമായി ചേർന്ന് പാത്തജൻസിനെ എന്ത് ചെയ്യുന്നു? വിഴുങ്ങി നശിപ്പിക്കുകയാണ് അല്ലേ. ദ പാത്തജൻസ് ആർ ഡീജനറേറ്റഡ് ആൻഡ് ഡിസ്ട്രോയ്ഡ് ബൈ ദ എൻസൈം ഇൻ ലൈസോസോം. ലൈസോസോമുകളുടെ സഹായത്തിൽ എന്ത് ചെയ്യുന്നു? ഫാഗോസൈറ്റോസിസ് നടക്കുന്നു. ലൈസോസോമിന്റെ പ്രവർത്തനം വഴി രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് വഴിയാണ് ഫാഗോസൈറ്റുകളായിട്ടുള്ള ന്യൂട്രോഫിലും മോണോസൈറ്റും ആക്ഷൻ ചെയ്യുന്നത്. അപ്പം അതും ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കാം. അടുത്തതോ,
ഫാഗോസൈറ്റുകൾ ഉൾപ്പെടാത്ത പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഘട്ടങ്ങൾ എഴുതുക. അതായത് ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ ഘട്ടങ്ങളാണ് എഴുതേണ്ടത്. നമ്മൾ പഠിച്ചതാണ് ബ്ലഡ് ക്ലോട്ടിന്റെ ഘട്ടങ്ങൾ എങ്ങനെ വരും. ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ ഘട്ടങ്ങൾ ടിഷ്യൂസ് പ്ലേറ്റ്ലെറ്റ്സ് ആർ സൈറ്റ് ഓഫ് വൂണ്ട് ഡീജനറേറ്റ് ഫ്രം ദ എൻസൈം കോൾഡ് ത്രോംബോപ്ലാസ്റ്റിൻ. അല്ലേ, അവിടെ നമ്മുടെ ഡീജനറേറ്റ് ആയ ടിഷ്യൂസ് ഉണ്ട് മുറിയുമ്പോൾ അവിടുത്തെ പ്ലേറ്റ്ലെറ്റ് എല്ലാം കൂടി ഒരു എൻസൈം ഉണ്ടാക്കും, ത്രോംബോപ്ലാസ്റ്റിൻ. ആ എൻസൈമും കാൽഷ്യവും വിറ്റാമിൻ കെയും കൂടെ ചേർന്നിട്ട് പ്രോത്രോംബിനെ എന്താക്കി മാറ്റുന്നു? ത്രോംബിനാക്കി മാറ്റുന്നു. ഈ ത്രോംബിൻ എന്ത് ചെയ്യുന്നു? ഫൈബ്രിനോജനെ ഫൈബ്രിൻ നാരുകളാക്കി, ഫൈബ്രിൻ ഫൈബേഴ്സ് ആക്കി മാറ്റുന്നു. ഈ ഫൈബ്രിൻ നാരുകൾ മുറിവ് വന്നിട്ട് എന്ത് ചെയ്യുന്നു? വലക്കണ്ണി പോലെ ചെയ്ത് നിൽക്കുന്നു. അപ്പം അവിടെ ക്ലോട്ട് രൂപപ്പെടുന്നു. അങ്ങനെ ഒഴുകിപ്പോകുന്ന ആർബീസിനെയും പ്ലേറ്റ്ലെറ്റിനെയൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പം ഇതിൻ്റെ സ്റ്റെപ്പ് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്ലഡ് ക്ലോട്ടിങ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സം ആനിമൽസ് ആൻഡ് കെമിക്കൽ സബ്സ്റ്റൻസ് സെക്രീറ്റഡ് ബൈ ടു ദ സറൗണ്ടിങ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആർ ഇല്ലസ്ട്രേറ്റഡ് ബിലോ. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് കെമിക്കൽ സബ്സ്റ്റൻസസ് സെക്രീറ്റഡ് ബൈ ആനിമൽസ് ടു സറൗണ്ടിങ്. അല്ലേ, ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് ശ്രവിക്കുന്ന രാസവസ്തുക്കൾ കൊടുത്തിട്ടുണ്ട്. വെരുക, കസ്തൂരിമാൻ, പെൺ പട്ടുനൂൽ, ശലഭം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ സിവറ്റ് കാറ്റ്, മസ്കഡീർ, ഫീമെയിൽ സിൽക്ക്വാം മൗത്ത്, ഫീമെയിൽ സിൽക്ക്വാം മോത്ത് തന്നിട്ടുണ്ട്. 1, 2 ഏതാണെന്ന് എഴുതണം. അതായത് മസ്കഡീർ മസ്കോൺ ആണ്. സിവറ്റ് കാറ്റ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സിൽക്ക്വാം എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? സിവറ്റ് കാറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സിവറ്റോണ്, സിൽക്ക്വാം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ബോംബിക്കോൾ. അല്ലേ, ആ 2 ഫിറമോണുകളുടെ പേര് പഠിക്കണം. സിവറ്റോണ്, ബോംബിക്കോൾ, പിന്നെ ഇവിടെ നേരത്തെ കണ്ട മസ്കോണ്. റൈറ്റ് ദ ടേം ഗിവൺ ടു ദീസ് കെമിക്കൽ. ഇങ്ങനെ ഒരു കെമിക്കൽ രാസവസ്തുക്കൾക്ക് പൊതുവായ ഒരു പേര് നമ്മൾ പറയുന്നുണ്ട്. അതിനെയാണ് ഫിറമോണുകൾ എന്ന് പറയുന്നത്. ഫിറമോണുകൾ. അടുത്ത നോക്കാം. റൈറ്റ് എനി 2 ഫങ്ഷൻസ് ഓഫ് സച്ച് കെമിക്കൽ. എന്തൊക്കെയാണ് ഇവരുടെ ഫംഗ്ഷൻ എന്ന് എഴുതണം. അട്രാക്റ്റിംഗ് മേറ്റ്സ്, ഇൻഫോമിംഗ് ദ അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ഡിറ്റർമൈൻ ദ പാത്ത് ഓഫ് ട്രാവൽ, സിഗ്നലിംഗ് ഡേഞ്ചർ. അല്ലേ, ഇണയെ ആകർഷിക്കാൻ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഭക്ഷണ ലഭ്യത ഉറപ്പുവരുത്താൻ അല്ലെങ്കിൽ ശേഖരിക്കാനുള്ള സിഗ്നൽ കൊടുക്കാൻ, സഞ്ചാരപാത നിർണ്ണയിക്കാൻ, കമ്മ്യൂണിക്കേഷൻ ഒക്കെ വേണ്ടി ഇവർ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണെന്ത്? ഈ ഫിറമോണുകൾ. അടുത്ത നോക്കാം. ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് ഷോസ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് 2 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഓഫ് സെയിം പ്ലാന്റ്. അല്ലെ, 2 ജോഡി വിപരീത ഗുണങ്ങളുള്ള ചെടികളെ വർഗസങ്കരണം നടത്തിയപ്പോൾ ലഭിച്ച ഫലത്തിന്റെ ചിത്രീകരണം താഴെ നൽകിയിരിക്കുന്നു. അപ്പം ഇവിടെ നിങ്ങൾ നോക്കാം, മാതൃസസ്യവും പിതൃസസ്യവുമാണ് തന്നിട്ടുള്ളത്. ഇതിൽ TR തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ എഴുതണം. അല്ലേ, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ R ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അത് ടോൾ പ്ലാന്റ് ആയിരിക്കും. അതുപോലെ തന്നെയോ റെഡ് ഫ്ലവേർഡും ആയിരിക്കും. അല്ലേ, റെഡ് ഫ്ലവേർഡും ആയിരിക്കും. ഡ്വാർഫ് പ്ലാന്റ് വൈറ്റ് ഫ്ലവറിനെ നമുക്ക് എന്ത് റെപ്രസെൻറ്റ് ചെയ്യാം? സ്മോൾ ടി, സ്മോൾ ആർ. അപ്പം ഗമേറ്റ് എന്ത് വരും? സ്മോൾ ടി, സ്മോൾ ആർ ആണ് ഗമേറ്റ് വരിക. അപ്പം F1 ജനറേഷനിലേക്ക് എന്ത് കിട്ടി? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ R, സ്മോൾ ആർ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ടോൾ പ്ലാന്റ് ആണ്, റെഡ് ഫ്ലവേർഡ് ആണ്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് എഴുതാം. ഉയരം കൂടിയത്, ചുവന്ന പൂക്കൾ. ഇവിടെ സ്മോൾ ടി, സ്മോൾ ആർ വരും. ഇവിടെ സ്മോൾ ടി, സ്മോൾ ആർ. കാരണം ഗമേറ്റ് എടുക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എടുക്കുക? ഒരു സ്മോൾ എടുത്തു, ഒരു ആറും എടുത്തു. ഇനി F1 തലമുറയിലെ ജീനോടൈപ്പ് നമുക്ക് കിട്ടി. ഫീനോടൈപ്പ് എന്ത് വരും? ഉയരം കൂടിയതും ചുവന്ന പൂക്കളുള്ളതും. ഓക്കെ, അപ്പം ഇതുപോലെയാണ് ജനറേഷൻ കിട്ടുന്നതും ജീനോട്സും നമ്മൾ എഴുതുന്നതും. F1 തലമുറയെ സ്വപരാഗണം നടത്തിയപ്പോൾ ലഭിച്ച ഉയരം കൂടിയ വെളുത്ത പൂക്കളും ഉയരക്കുറഞ്ഞ ചുവന്ന പൂക്കളുമുള്ള ചെടികളുടെ അലീലുകൾ എഴുതുക. ഇവിടെ ചോദിച്ചത് റൈറ്റ് അലീൽസ് ഓഫ് ടോൾ വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റ്സ് ആൻഡ് ഡ്വാർഫ് റെഡ് ഫ്ലവേർഡ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ സെൽഫ് പോളിനേഷൻ ഓഫ് F1. സെൽഫ് പോളിനേഷൻ ഓഫ് F1 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആറിനെ ഒന്നുകൂടെ ക്രോസ് ചെയ്യുന്നു. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. അപ്പം ഇതിനെ വീണ്ടും ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ വേരിയേഷൻ കിട്ടും. അതൊന്നുമല്ല ചോദ്യം എഴുതിയിരിക്കുന്നത് എന്താണ്? ടോൾ വൈറ്റ് ഫ്ലവേർഡ് ക്യാപിറ്റൽ ടി, സ്മോൾ ടി, വൈറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? സ്മോൾ ആർ വരും. ആൻഡ് ഡ്വാർഫ് റെഡ് ഫ്ലവേർഡ്, ഡ്വാർഫ് സ്മോൾ ടി ആണ് വരിക. റെഡ് ഫ്ലവർ എന്ന് പറയുമ്പോൾ എന്ത് വരും? ക്യാപിറ്റൽ ആർ വരാം. ഇനി വേറൊരു ചാൻസും ഉണ്ട്. ടോളിന് ക്യാപിറ്റൽ ടി കൊടുക്കാം, വൈറ്റിന് സ്മോൾ ആറും കൊടുക്കാം. അതേപോലെ തന്നെ ഡ്വാർഫിന് സ്മോൾ ടി കൊടുക്കാം. പക്ഷേ റെഡ് ഫ്ലവറിനോ ക്യാപിറ്റൽ ആർ, സ്മോൾ ആറും കൊടുക്കാം. ഇങ്ങനെ 2 വേരിയേഷനിൽ ഉണ്ടാവും. അല്ലേ, അപ്പം
ആൻസർ ഇതുപോലെയാണ് വരിക. കാരണം ടോൾ എന്ന് വരുമ്പോൾ 2 ക്യാപിറ്റൽ ടി വന്നാലും ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാലും ടോളാണ്. അതുകൊണ്ട് 2 രീതിയിൽ നമുക്ക് ടോള് വൈറ്റ് വരാം. അതുപോലെ തന്നെ ഡ്വാഫ് റെഡ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ആറും റെഡ് വരാം, ക്യാപിറ്റൽ ആറും സ്മോൾ ആറും റെഡ് വരാം. അപ്പം ആ 2 പോസിബിലിറ്റീസും എഴുതിയാലാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുക. അപ്പം ഇതുപോലെ ഓരോന്നും എഴുതാം. ഓക്കെ അല്ലേ? അപ്പം അലിലുകൾ എഴുതാനുള്ളത് പഠിച്ചല്ലോ. എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങൾ ടോൾ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ടി മാത്രമല്ല, ക്യാപിറ്റൽ ടി സ്മോൾ ടിയും ടോളാണ്. ഇനി റെഡ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ആറും റെഡാണ്, ക്യാപിറ്റൽ ആറും സ്മോൾ ആറും റെഡാണ്. പക്ഷേ നമ്മുടെ ഇത് ഡോമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. റിസസീവ് ക്യാരക്ടറിൽ എപ്പോഴും സ്മോൾ ടി ആണെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ, അവിടെ ഡ്വാഫ് വരുള്ളൂ, ഉയരം കുറഞ്ഞത് വരുള്ളൂ. ഓക്കെ, അതവിടെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ സ്മോൾ ആണ് വൈറ്റും അതിനൊരു പോസിബിലിറ്റി വരുള്ളൂ. ഒബ്സർവ് ഗിവൺ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. മക്കളെ ഒരു ഗ്ലാൻഡ് തന്നിട്ടുണ്ട്, ആ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ തന്നിട്ടുണ്ട്. ആ ഹോർമോൺ കാൽഷ്യം ഡിക്രീസസ് ചെയ്യുന്നു എന്നിപ്പം ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിൽ കുറയ്ക്കാൻ. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, വേറൊരു ഗ്ലാൻഡ് ഉണ്ട്, ആ ഗ്ലാൻഡ് മറ്റൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി? ബ്ലഡ് ഷുഗർ ലെവല് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇതിൽ ഏതാണ് ഈ പറയുന്ന ഹോർമോൺ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ കാൽഷ്യത്തെയാണ് കുറയ്ക്കേണ്ടത് അല്ലേ? കാൽഷ്യത്തെ കുറയ്ക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നോക്കാം, ബ്ലഡ് ഷുഗർ ലെവലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്ലഡ് ഷുഗർ ലെവലിൽ കാൽഷ്യത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അതിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ഷുഗർ അല്ല, കാൽഷ്യമാണ്. ക്വസ്റ്റ്യനിലെ തെറ്റാണ്. കാൽഷ്യത്തിൻ്റെ ലെവൽ, അപ്പോൾ രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ ലെവൽ 9 to 11 mg/100 ml ആണ്. അത് കൂടിക്കഴിഞ്ഞാൽ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാൻഡ് ഉണ്ട് അല്ലേ? കൂടിക്കഴിഞ്ഞാൽ അതിനെ കുറയ്ക്കാനാണ് ആരുള്ളത്? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കൂടിക്കഴിഞ്ഞാൽ അതിനെ കുറയ്ക്കാനായിട്ടാണ് നമുക്കിവിടെ ഉള്ളത് ആര്? തൈറോയിഡ് ഗ്രന്ഥിയുള്ളത്. അതേപോലെ തന്നെ ആരുണ്ട്? നിങ്ങൾക്ക് അടുത്തൊരു ഗ്ലാൻഡ് കാണാൻ പറ്റും. കുറഞ്ഞു പോയാൽ കൂട്ടാനായിട്ടൊരു ഗ്ലാൻഡ് ഉണ്ട്, അതാണ് ഇവിടെ കാണുന്ന ബി ഗ്ലാൻഡാണ് ആര്? പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. ഇനി ഇവിടെ നോക്കുക, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഇവിടെ നോക്കണേ. കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്നു. എങ്ങനെ? ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അവിടെ കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോണാണ് ആര്? പാരാതോർമോൺ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതുപോലെ ഫ്ലോ ചാർട്ട് തരുമ്പോൾ ശ്രദ്ധിക്കണം. നോർമൽ ലെവലിൽ ഡിക്രീസ് ചെയ്യിക്കുന്ന ഗ്ലാൻഡ് ഏത്, ഹോർമോൺ ഏത്, കൂട്ടുന്ന ഹോർമോൺ ഏത്, ഗ്ലാൻഡ് ഏത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫ്ലോ ചാർട്ട് തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പം രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് നോർമലാണ്. അത് കൂടിപ്പോയാൽ കുറയ്ക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കാൽസിറ്റോണിനെ യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതേപോലെ കുറയ്ക്കാനും കൂട്ടാനും ഉപയോഗിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഈ 2 ഹോർമോൺ പഠിച്ചു വെക്കുക. ഇനി കംപ്ലീറ്റ് ദ ടേബിൾ ബി ആൻഡ് സി ഇൻ അക്കോർഡൻസ് വിത്ത് എ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്ലാനേറിയ നമ്മൾ തെറ്റുണ്ട്. പ്ലാനേറിയയിൽ നമുക്ക് 1ാം ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചു തന്നെ ആൻസർ ചെയ്യാൻ പഠിക്കണം. പ്ലാനേറി നമുക്കറിയാം ഐ സ്പോട്ട് ആണ്. ഐ സ്പോട്ട് എന്താണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്? ലൈറ്റ് റിസപ്റ്റർ ആണ്. യെസ്, ഫോട്ടോ റിസപ്റ്ററിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ലൈറ്റിനെ ശ്രദ്ധിക്കുന്നു പറയാം. അവിടെ ഇനി ഹൗസ് ഫ്ലൈ ഒമറ്റഡി ആണ്. ഷാർക്ക് ലാറ്ററൽ ലൈൻ ആണ്. സ്നേക്ക് ജേക്കബ്സൺസ് ഓർഗൻ ആണ്. ഓക്കെ, പ്ലാനേറിയ, ഐ സ്പോട്ട്, ഈച്ച, ഒമറ്റിഡിയ, സ്രാവ്, പാർശ്വവര, പാമ്പ്, ജേക്കബ്സൺസ് ഓർഗൻ. ഇനി ബോഡി ബാലൻസിന് സഹായിക്കുന്നതാണ് ഏത്? ഷാർക്കിന് ലാറ്ററൽ ലൈന്. ഐ സ്പോട്ട് ആണെന്ത്? ലൈറ്റ്. ഒമറ്റിഡിയ ഫോട്ടോ റിസപ്റ്റേഴ്സ്. യെസ്, കണ്ടോ? ഐ സ്പോട്ട് ലൈറ്റ് ആണ്, ഒമറ്റിഡിയ ഐ ആണ്, ലാറ്ററൽ ലൈൻ ബാലൻസിങ്, ജേക്കബ്സൺസ് ഓൾഫാക്ടറി റിസപ്റ്റർ. ഐ സ്പോട്ട് ഇതുപോലെ കറക്റ്റ് എപ്പോഴും നിങ്ങളോട് സെൻസ് ഓർഗൻസും അത് കാണുന്ന അല്ലെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യുന്ന റിസപ്റ്റർ ഏതാണെന്നും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ പഠിച്ചു വെക്കണം. പ്ലാനേറി ഐ സ്പോട്ടാണ്, ഒമറ്റിഡിയ ഹൗസ് ഫ്ലൈ ആണ്, ലാറ്ററൽ ലൈൻ അല്ലെങ്കിൽ പാർശ്വവര ഷാർക്കിൻ്റെ സ്രാവിൻ്റേതാണ്, പാമ്പ് അത് ഓൾഫാക്ടറി റിസപ്റ്ററിൽ വരുന്നതാണ്, ജേക്കബ്സൺസ് ഓർഗൻ. ഇനി ചൂസ് ദ റൈറ്റ് വേർഡ് പെയർ ആണ്. ശരിയായ ജോഡി കണ്ടെത്താനാണ്. ഡോപ്പമിൻ എന്ന് പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്, നമുക്കറിയാം. ബ്രെയിനിൽ പറയുന്നത് 32 പെയർ നെർവ് ആണോ? അല്ല, 12. അതുപോലെ തന്നെ ക്രേനിയൽ നെർവ് ആണെന്ത്? 31 പെയറും. തലാമസ് വോളണ്ടറി മൂവ്മെൻ്റ് ആണോ? അല്ല, നമ്മൾ പറയുന്നു റിലേ സ്റ്റേഷൻ ആണ്. എപ്പിലെപ്സി അല്ല, ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് വരുന്നതാണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഡോപ്പമീൻ ആണ് കറക്റ്റ് ഓപ്ഷൻ.
അടുത്തത് റൈറ്റ് സിമ്പത്തറ്റിക് ആക്ടിവിറ്റി. ഇതിൽ ഏതാണ് സിമ്പത്തറ്റിക് ആക്ടിവിറ്റി എന്നാണ്? ഇൻക്രീസസ് ഹാർട്ട് ബീറ്റ്, ട്രക്കിയ കോൺട്രാക്ട്, പ്യൂപ്പിൾ ഇൻ ദ ഐ കോൺട്രാക്ട്, പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഇൻക്രീസസ്. പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഇൻക്രീസസ് ഏതാണ്? പാരാസിമ്പത്തറ്റിക് ആണ്. ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നതാണ് എന്ത്? സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ വരുന്നത്. ഇനി ഒബ്സർവ് ദ ടേബിൾ ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ് ആണ്. ബ്ലഡ് ഗ്രൂപ്പും ആൻറ്റിജനും ആൻറ്റിബോഡിയും തന്നിട്ടുണ്ട്. ആൻറ്റിജനുകൾ എവിടെ കാണപ്പെടുന്നു? അതാണ് നമ്മുടെ ചോദ്യം. എവിടെയാണ് മക്കളെ ആൻറ്റിജനുകൾ കാണുന്നത്? നമുക്കറിയാം RBCയിലാണ് അല്ലേ. നമ്മുടെ RBC, നമ്മുടെ ചുവന്ന രക്താണുക്കളിലാണ് നമ്മൾ ആരെ കാണുന്നത്? ആൻറ്റിജനുകളെ കാണുന്നത് RBCയിലാണ്. ഇനി വാട്ട് ആർ ദ ആൻറ്റിജൻസ് ഇൻ ദ ബ്ലഡ് ഗ്രൂപ്പ് AB? ABയിലെ ആൻറ്റിജൻസ് ഏതൊക്കെയാണ്? എയും ബിയും ആൻറ്റിജൻ തന്നെയാണ്. വേർ ദ ആൻറ്റിബോഡീസ് ഫൗണ്ട്? ഇവിടെയാണ് ആൻറ്റിബോഡികൾ കാണുന്നത്. ആൻറ്റിബോഡികൾ കാണുന്നത് പ്ലാസ്മയിലാണ്. എവിടെയാണ്? പ്ലാസ്മയിലാണ്. രക്തത്തിലെ പ്ലാസ്മയിൽ, അല്ലെങ്കിൽ രക്തത്തിലെ പ്ലാസ്മ എന്ന് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലഡ് പ്ലാസ്മ എന്ന് എഴുതാം. ഇനി വാട്ടർ ആൻറ്റിബോഡീസ് ഇൻ ബ്ലഡ് ഗ്രൂപ്പ് O? ഓയിലുള്ള ആൻറ്റിബോഡികൾ ഏതൊക്കെയാണെന്നാണ്? ഓയിൽ ആൻറ്റിജനുകൾ ഉണ്ടോ? ഇല്ല, പക്ഷെ ആൻറ്റിബോഡി രണ്ടും ഉണ്ട്. എയും ബിയും സ്മോൾ ലെറ്ററിൽ എഴുതാം. എയും ബിയും ആൻറ്റിബോഡികളാണുള്ളത്. വാട്ട് ഈസ് RH ഫാക്ടർ? RH ഫാക്ടറിൽ നമ്മൾ പറയുന്നുണ്ട് ഡി ആൻറ്റിജൻ്റെ പ്രസൻസ് ആണ് പറയുന്നത് അല്ലേ. ആൻറ്റിജൻ D ഉണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് പോസിറ്റീവാണ്. RH ഫാക്ടർ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഹാവ് ആൻറ്റിജൻസ് ABD? A ഉണ്ട്, B ഉണ്ട്, D ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇതുപോലെ ബ്ലഡ് ഗ്രൂപ്പ് തന്നാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിച്ചു വെക്കും. റീറൈറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് ബൈ കറക്റ്റിംഗ് ദ ഫോൾസ് സെൻറ്റൻസ്. തെറ്റെന്താണെന്ന് നോക്കാം. സിക്കിൾ സെൽ അനീമിയ ഈസ് കോസ്ഡ് ബൈ അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽ. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നു. ആണോ? അല്ല. അൺകൺട്രോൾഡ് ഡിവിഷൻ എന്ന് കേട്ടാൽ ആലോചിച്ചോളൂ, അത് ഏത് ഡിസീസ് ആണ്? ക്യാൻസർ ആണ്. സോ ക്യാൻസർ ഈസ് കോസ്ഡ് ബൈ അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽ. തെറ്റ് തിരുത്തി കറക്റ്റ് ആക്കിയിട്ട് വേണം എഴുതാൻ, എന്നാലാണ് നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുക. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയെ നമ്മൾ പറയുന്നു ക്യാൻസർ. അടുത്ത നോക്കിക്ക് 4 മാർക്കിന് വരാൻ ചാൻസ് ഉള്ളതാണ്. പിക്ചർ ഓഫ് ഇയർ തന്നിട്ടുണ്ട്. ഇതെന്ത് ചെയ്യണം? ഡ്രോ ചെയ്യണം. റീഡ്രോ ചെയ്തിട്ട് വിച്ച് പാർട്ട് റിസീവ് വൈബ്രേഷൻ ഫ്രം ഇയർ ഡ്രം? നമ്മുടെ കർണപടത്തിലെ കമ്പനങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം ഏതാണെന്നാണ് ചോദിച്ചത്. അത് എവിടെയാണ് ചേർക്കാം? നമ്മുടെ ഇയർ ഓസിക്കൽസിൽ അല്ലേ. ഇയർ ഡ്രം എന്ന് കിട്ടുന്നത് എവിടെയാണെന്നല്ലേ ചോദിച്ചത്? കമ്പന, ഇയർ ഡ്രമ്മിൽ നിന്ന് കമ്പനങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മാലിയസ്. ഇയർ ഓസുകളാണ്. ഇയർ ഓസുകൾ എഴുതുക, അല്ലെങ്കിൽ മാലിയസിലേക്കാണ്. പിന്നെയാണ് ഇൻക സ്റ്റേപ്പസിലേക്ക് വരിക. ഗ്രസനിയുമായി ബന്ധപ്പെട്ട കുഴൽ, അതാണ് നമ്മുടെ യൂസ്റ്റേഷ്യൻ നാളി. ഇനി ശബ്ദഗ്രാഹികൾ കാണപ്പെടുന്ന ഭാഗം അതെവിടെയാണ് കാണുക? നമ്മുടെ കോക്ലിയയിലാണ്. ശബ്ദ തരംഗങ്ങളെ കർണപടത്തിലേക്ക് എത്തിക്കുന്ന ഭാഗം ഏതാണ്? ഓഡിറ്ററി കനാലാണ്. സോ ഇതാണ് ഓഡിറ്ററി കനാല്, ഇത് മാലിയസ്, ഇത് കോക്ലിയ, ആൻഡ് ദിസ് ഇസ് യൂസ്റ്റേഷ്യൻ ട്യൂബ് അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ നാളി. ഡ്രോ പിക്ചർ ആൻഡ് ലേബിൾ സ്ക്ലീറ, യെല്ലോ സ്പോട്ട്, ഒപ്റ്റിക് നെർവ്, റെറ്റിന. സ്ക്ലീറ എവിടെ വരുന്നു? നമ്മൾ 3 ലെയറാണ് കണ്ണിൽ പഠിക്കുന്നത് അല്ലേ. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ഇത് സ്ക്ലീറ, അല്ലെങ്കിൽ ദൃഢപടലം എന്ന് നമ്മൾ പറയുന്നു. ഇനി യെല്ലോ സ്പോട്ട് എവിടെ? മാക്സിമം വിഷൻ കിട്ടുന്ന ഭാഗമാണ് ഇത് യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ പീതബിന്ദു. ഇനി ഒപ്റ്റിക് നെർവ്, ഇതാണ് നമ്മുടെ ഒപ്റ്റിക് നെർവ് അല്ലെങ്കിൽ നേത്രനാഡി. റെട്ടിന എന്ന് പറയുന്ന ഏറ്റവും അകത്തെ ലെയറാണ്, ഏറ്റവും ഉള്ളിലത്തെ ലെയറാണ് റെട്ടിന, ദൃഷ്ടിപടലം. ഓക്കെ, സ്ക്ലീറേൻ്റെയും യെല്ലോ സ്പോട്ടിൻ്റെ ഫംഗ്ഷനും കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്കിതാ സ്ക്ലീറ, റെറ്റിന, യെല്ലോ സ്പോട്ട്, ഒപ്റ്റിക് നെർവ്. പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ആൻഡ് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി കൊടുക്കുന്ന അല്ലേ. നമ്മുടെ സ്ക്ലീറ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ദൃഢപടലം സംരക്ഷണം നൽകുകയാണ് ചെയ്യുന്നത്. മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി, നമുക്ക് വിഷൻ മാക്സിമം പോസിബിൾ ആവുന്ന ഒരു പോയിന്റിനെയാണ് യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ പീതബിന്ദു എന്ന് പറയുന്നത്. അപ്പം സ്ട്രക്ചർ പഠിക്കണം, ലേബൽ ചെയ്യാൻ പഠിക്കണം, ഓരോന്നിനും ഫംഗ്ഷനും പഠിച്ചു വെക്കാം. ഡ്രോ ദ പിക്ചർ ആൻഡ് നെയിം ദ പാർട്സ് അക്കോർഡിംഗ് ടു ഗിവൺ ഇൻഡിക്കേറ്റേഴ്സ്. 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ഓണപരീക്ഷയിൽ നിന്നുള്ള ഭാഗത്തു നിന്നായിരിക്കും. ചിലപ്പം ചിത്രം തരാൻ ചോദിക്കാം, അല്ലെങ്കിൽ മാത്സ് ഫോളോയിങ് ആയിരിക്കാം, അല്ലെങ്കിൽ കമ്പയർ ചെയ്തും ചോദിക്കാം. സോ നോക്കിക്കോളാം. ഇവോക്ക് സെൻസേഷൻ അതെവിടെയാണ്? നമ്മുടെ സെറിബ്രമാണ്. ഇവോക്ക് സെൻസേഷൻ സെറിബ്രമാണ്. കൺട്രോൾ ഹാർട്ട് ബീറ്റ് എവിടെയാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റ.
ഹൈപ്പോതലാമസ് സെറിബ്രത്തിന്റെ ഫംഗ്ഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം സെറിബ്രോ മെഡിലോ ഒബ്ലോങ്കേറ്റ് നമ്മൾ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഹൈപ്പോതലാമസിന്റെ ഫംഗ്ഷൻ എന്താണ്? മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ്, ആന്തര സമസ്ഥിതി പാലനമാണ്. സെറിബെല്ലം എന്ത് ചെയ്യുന്നു? ബോഡി ബാലൻസ് അല്ലെങ്കിൽ മെയിൻറ്റെയിനിങ് ഇക്വിലിബ്രിയം, ശരീര തുലനത പാലിക്കുക എന്നുള്ളതാണ് സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ. അപ്പം ഓരോന്നും ക്ലാരിഫൈ ചെയ്തോടെയാണ് ഫംഗ്ഷൻസ് പഠിക്കാൻ, മാറിപ്പോകരുത്. അത്രയും ശ്രദ്ധിച്ച് വേണം ലേബൽ ചെയ്യാൻ കേട്ടോ. കറക്റ്റ് മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട് ഓഫ് ഗിവൺ സ്റ്റൊമക് അല്ല ഗിവൺ സ്റ്റേറ്റ്മെന്റ്. ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്താനാണ്. ഫൈലേറിയാസിസ് മന്ത് രോഗം പരത്തുന്ന അനോഫിലസ് മൊസ്കിറ്റോ ആണെന്ന് പറയുന്നു. അല്ല, ക്യൂലക്സ് മൊസ്കിറ്റോ ആണ്. ഇത് തെറ്റാണ്, ക്യൂലക്സ് കൊതുകുകളാണ്. പാത്തജൻ ഓഫ് മലേറിയസ് പ്ലാസ്മോഡിയം, അത് ശരിയാണ്. അത്ലറ്റ്സ് ഫുട്ട് ഈസ് എ വൈറൽ അല്ല, ഫംഗൽ ഡിസീസ് ആണ്. അത്ലറ്റ്സ് ഫുട്ട് ഒരു ഫംഗസ് രോഗമാണ്. എലിപ്പനി ഒരു ബാക്ടീരിയൽ രോഗമാണ്, അതും ശരിയാണ്. അപ്പം എന്താണ് തെറ്റ് വന്നതെന്ന് മനസ്സിലാക്കണേ. റൈറ്റ് ദ യൂസ് ഓഫ് അപ്പാരറ്റസ് ഷോൺ ഇൻ ഫിഗർ. ഇതേതാ തന്നിട്ടുള്ളത്? സ്പിഗ്മോ മാനോമീറ്റർ ആണ്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ടു മെഷർ ബ്ലഡ് പ്രഷർ. നമ്മുടെ രക്തസമ്മർദ്ദം അളക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണിത്. ഇതുപോലെ ചിത്രം തന്നിട്ട് എന്താണ് അതിൻ്റെ യൂസ് എന്ന് ചോദിക്കാം. ജനറ്റിക് മേക്കപ്പ് ഓഫ് എ പ്ലാന്റ് പാർട്ട് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് കണ്ടക്റ്റഡ് ബൈ മെൻഡൽ നടത്തിയതാണ് തന്നിട്ടുള്ളത്. ടോൾ പ്ലാന്റ് ആണ്, റൗണ്ട് സീഡുമാണ്. റൈറ്റ് ദ ഫാക്ടേഴ്സ് വിച്ച് ക്യാൻ ബി പ്രസന്റ് ഇൻ ദ ഗമേറ്റ് ഫോംഡ് ഫ്രം ദിസ് പ്ലാന്റ്. ഗമേറ്റ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം? ക്യാപിറ്റൽ ടി ആണ്, അതുകൊണ്ട് ഒരു ടി എടുത്താൽ മതി. 2 R ആണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? ഇതിനെ രണ്ടിനെയും ക്രോസ് ചെയ്ത് എഴുതണം. അപ്പം നമുക്ക് ക്യാപിറ്റൽ R എന്നും കിട്ടും, ക്യാപിറ്റൽ T സ്മോൾ R എന്നും കിട്ടും. ഇങ്ങനെ 2 ഗമേറ്റ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ എപ്പോഴും ഗമേറ്റ് ചെയ്തുമ്പോൾ അതിനെ ക്രോസ് ചെയ്ത് നോക്കുക. രണ്ടും സെയിം ലെറ്റർ ആണെങ്കിൽ ഓരോന്ന് എടുത്താൽ മതി. 2 ഡിഫറെൻറ്റ് ലെറ്റർ ആണെങ്കിൽ അതിന് ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം ക്രോസ് ചെയ്തിടുക. അങ്ങനെയാണ് നമ്മൾ ഗമേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. Analyze given statement and answer the question. Skin and mucous membrane which cover and protect the body destroy germs also. How does each of these destroy germ? അപ്പം ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ത്വക്കും ശ്ലേഷ്മസ്തരവും രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇവ ഓരോന്നും രോഗാണുക്കളെ നശിപ്പിക്കുന്നത് എങ്ങനെയെന്നാണ് ചോദ്യം. അപ്പം നമുക്ക് പറയാം, സ്കിൻ എങ്ങനെയാണ്? സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് ഇറ്റ് ഡിസിൻഫെക്ട് ദ ഡിസ്ട്രോയ് ജേം. രോഗാണുക്കൾ എന്ത് ചെയ്യുന്നു? അണുനാശിനിയാക്കി രോഗാണുക്കളെ നശിപ്പിച്ച് അണുവിമുക്തമാക്കുകയാണ് സ്കിന്ന് ചെയ്യുന്നത്. മ്യൂക്കസ് മെമ്പറൈൻ എന്ത് ചെയ്യുന്നു? മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നു. ഇറ്റ് ആക്ട് ആസ് ഡിസിൻഫെക്റ്റന്റ്. ശ്ലേഷ്മസ്തരം ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കുന്നു, അതും എന്ത് ചെയ്യുന്നു? രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഇതുപോലെയാണ് ഇവർ രോഗാണുക്കളെ എന്ത് ചെയ്യുന്നത്? നശിപ്പിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണിത്. അടുത്ത് നോക്കിയാൽ കംപ്ലീറ്റ് ദ ടേബിൾ യൂസിങ് ഇൻഫർമേഷൻ ഗിവൺ ബിലോ. അക്രോമെഗാലി, പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപിൻ ഇൻക്രീസ് ഡ്യൂറിംഗ് ഗ്രോത്ത് ഫേസ്, എക്സസീവ് ഗ്രോത്ത് ഓഫ് ബോഡി, ജൈൻജാനിസം എല്ലാം തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അബ്നോർമാലിറ്റി ഏതാണ്, അതിൻ്റെ കോസ് ഏതാണ്, സിംറ്റം ഏതാണെന്ന് കറക്റ്റ് അങ്ങ് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ അക്രോമെഗാലിയും അതുപോലെ തന്നെ ജൈജാൻറ്റിസം, ഡ്വാഫിസം ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന, കൂടുതലും ക്രിസ്മസ് എക്സാമിന് വരുന്ന ഒരു ഭാഗം തന്നെയാണ്. ഓണം എക്സാമിനേക്കാളും ക്രിസ്മസ് എക്സാമിന് വരുന്ന ഒരു ഭാഗമാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണേ. ഒന്നാമത്തേത് മുഖം, താടിയിലെ വിരകൾ എന്നിവയിൽ അസ്ഥികൾ വളരുന്ന കേസാണ് സിംറ്റം എന്ന് പറയുന്നത് അക്രോമെഗാലിയാണ്. പ്രൊഡക്ഷൻ സൊമാറ്റോട്രോപിൻ ഇൻക്രീസസ്. നമ്മുടെ ശരീരത്തിലെ സൊമാറ്റോട്രോപിൻ ഹോർമോൺ കൂടുന്നതാണ് അക്രോമെഗാലിൻ്റെ കാരണം. പിന്നെ തന്നിട്ടുള്ളത് ഏതാണ്? ജൈൻചാൻറ്റിസം ആണ്. ഭീമാകാരത്വം, പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപിൻ ഇൻക്രീസ് ഡ്യൂറിംഗ് ഗ്രോത്ത് ഫേസ്. വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപിൻ കൂടുന്നതാണ് ഇത് ജൈൻജാൻറ്റിസം. എക്സസീവ് ഗ്രോത്ത് ഓഫ് ബോഡി, നമുക്ക് വലിയ ശരീര വളർച്ച ഉണ്ടാവുന്നു. പിന്നെ പറയുന്നത് ഡ്വാഫിസം ആണ്. ഡിക്രീസൻ, സൊമാറ്റോട്രോപിൻ്റെ അളവ് കുറയുന്നതാണ്. റിട്ടാർഡേഷൻ ഓഫ് ഗ്രോത്ത് ആണ്, നമ്മുടെ വളർച്ച മുരടിക്കുന്ന ഒരവസ്ഥയാണ് എന്ത്? ഡ്വാഫിസം. ഇത് മൂന്നും നിങ്ങൾ ഈ ഒറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് പോകാം, പിന്നീട് വായിക്കാൻ വേണ്ടി വെച്ചേക്കണ്ട. ഓക്കെ, അപ്പം ഏറ്റവും ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. എന്തായാലും നിങ്ങൾക്ക് 30+ മാർക്ക് ഉറപ്പായിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.